വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. നിങ്ങളൊരു NRI ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൊല്ലവും ചെക്ക് ചെയ്യേണ്ട ഇൻകം ടാക്സ് പോർട്ടലിലെ ഒരു പേജാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. 26 AS ആണ്. നിങ്ങൾ ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഫോം 26 AS സെലക്ട് ചെയ്യുക. ഈ പേജിൽ വന്നിട്ട് നിങ്ങളുടെ എല്ലാ കൊല്ലത്തെയും 26 AS ഫോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളൊരു ഫയലാണ്. ഒരു NRI ആണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കൊല്ലവും TDS കളക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല. സോ അദ്ദേഹം റിട്ടേണും ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റീഫണ്ടും കിട്ടിയിട്ടില്ല. NRI ആയതുകൊണ്ട് തന്നെ ആളുടെ ഇൻകം ഇവിടെ ടാക്സബിൾ അല്ല. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് വേറെ ഇൻകംസും ഇല്ല. അതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം തന്നെ അദ്ദേഹത്തിനില്ല. ബട്ട് TDS വരുന്ന സിറ്റുവേഷൻസിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എമൗണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും കിട്ടാൻ ബാക്കിയുണ്ട്. ഇനി ഇത് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായേക്കാം. ഈ TDS പിടിക്കുന്നത് NRIസിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ലല്ലോ. സോ ഇവർക്ക് എന്താ പ്രത്യേകതയുള്ളത്? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇന്ത്യയിൽ വേറെ വരുമാനമൊന്നും ഇല്ലാത്ത NRIs അവരുടെ ഇൻകം ടാക്സിനെ പറ്റി അത്ര ബോധേഡൊന്നുമല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഇവിടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. NRO അക്കൗണ്ട്സ് ഉണ്ടാവും. സോ ഈ അക്കൗണ്ടുകളിലേക്ക് എമൗണ്ട് വരുന്നുണ്ടാവും. അത് FD ആയിട്ടും സേവിങ്സ് ആയിട്ടും ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സിൽ വരുന്ന ഇൻട്രസ്റ്റ് അത് സെക്ഷൻ 195 TDS കളക്ട് ചെയ്യേണ്ടത്. ഇത് ഹൈ റേറ്റിലായിരിക്കും എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്നുണ്ട്. എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് പോകുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. അതിന് മുകളിൽ ഹൈ റേറ്റ് ഓഫ് TDS ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ 30% വരെ TDS ചാർജ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത്യാവശ്യം നല്ല എമൗണ്ട് നിങ്ങളുടെ ബ്ലോക്കായിട്ട് അവിടെ നിൽക്കും. ഇത് എല്ലാ കൊല്ലവും ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വൈകുന്നതാണ്. അതാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേസ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്പെസിഫിക് കേസിൽ ഇദ്ദേഹത്തിൻ്റെ പാൻ ഇന്നോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് TDS ചാർജ് ചെയ്ത റേറ്റ് കൂടുതലായിരുന്നു. ജസ്റ്റ് എമൗണ്ട് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയർ ആണ് സെലക്ട് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം 27,000 അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് TDS കളക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇത് കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ നമുക്കത് റീഫണ്ടിന് കൊടുക്കാവുന്നതാണ്. ബട്ട് കഴിഞ്ഞ ഇയേഴ്സിലൊക്കെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് എടുക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇയേഴ്സിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാ കഴിഞ്ഞ കൊല്ലം 25,000 TDS കളക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന് മുമ്പത്തെ കൊല്ലം നോക്കാം. അവിടെയും ഇതാ TDS കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ കൊല്ലമാണ് 14,000 കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇങ്ങനെ 4-5 കൊല്ലങ്ങളായിട്ട് ഒരു 1 lakhനടുത്ത് TDS കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോഴാണ് റീഫണ്ടിന് വേണ്ടി പ്രൊസീഡ് ചെയ്യുന്നത്. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. കറൻറ്റ് അസസ്മെൻറ്റിൽ എങ്ങനെ പോലും നമുക്ക് കിട്ടും. കഴിഞ്ഞ കൊല്ലങ്ങളിൽ റീഫണ്ട് വാങ്ങിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താലേ കിട്ടുള്ളൂ. ഡയറക്റ്റ് നമുക്ക് റീഫണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ITR-U ആണ് ഓപ്ഷൻ ഉള്ളത്, ഡയറക്റ്റ് ഓപ്ഷൻ. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റീഫണ്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് വേറെ രീതിയിൽ പോകേണ്ടതായിട്ട് വരും. സോ ഈ കേസ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരു NRI ആണെങ്കിൽ തീർച്ചയായിട്ടും IT പോർട്ടലിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. എല്ലാ കൊല്ലവും നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ NRI ആണെങ്കിൽ പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പലർക്കും ഉണ്ട്. ഇത് തെറ്റാണെന്ന് പറയാൻ കാരണം നിങ്ങളൊരു NRI ആണ്, നിങ്ങൾക്ക് ആധാർ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊരു ആധാർ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങളൊരു NRI ആണ്, നിങ്ങൾക്ക് ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലിങ്ക് ചെയ്തിരിക്കണം. ഈ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആധാർ ലിങ്ക് അല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പാൻ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ട്. പാൻ ഇന്നോപ്പറേറ്റീവ് ആയി കിടക്കുന്ന ഒരാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്താലും റീഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന ആധാർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ആധാർ ലിങ്കിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഫൈൻ 1,000 rupees അടയ്ക്കേണ്ടതായിട്ട് വരും. ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
അതിനുശേഷമാണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. NRIs ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടതും എല്ലാ കൊല്ലവും ഇത് ചെക്ക് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില NRIs ഞാൻ കണ്ടിട്ടുണ്ട്, നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ലക്ഷറി കാറൊക്കെ എടുക്കും, അതിൻ്റെ TCS കൂടെ കിടക്കുന്നുണ്ടാവും. 1 lakhൽ കൂടുതലൊക്കെ TCS കിടന്നിട്ട് അത് ക്ലെയിം ചെയ്യാതെ പോകുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് NRIs തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ 1 മുതൽ നിങ്ങളുടെ എല്ലാ TDS TCS എല്ലാം തന്നെ 26 ASൽ അപ്ഡേറ്റഡ് ആയിരിക്കും. TDS TCS ഒക്കെ കിട്ടാനുള്ള ആളുകൾ ജൂൺ 1 ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അതും നിങ്ങളുടെ കംപ്ലീറ്റ് TDS ക്രെഡിറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. മാനുവലായിട്ട് നിങ്ങൾ ITR ഫോമിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ റീഫണ്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടി TDS ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക, അതിന് ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുക. നമ്മളുടെ അപ്ഡേറ്റഡ് ITR ഫയലിംഗ് കോഴ്സ് അണ്ടർ റെക്കോർഡിങ്ങിലാണ്. ജൂൺ മന്തിൽ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. കോഴ്സ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.